പാലക്കാട് നിപ്പ ബാധിച്ച യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അതിനിടെ ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 കുട്ടികൾക്ക് പനി സ്ഥിരീകരിച്ചു. യുവതിയുടെ 7 വയസ്സുള്ള മകൾക്ക് ഉൾപ്പെടെയാണ് പനി ബാധിച്ചത്. ഇവർക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി വരികയാണ്. ഇതുവരെ സ്രവ പരിശോധന നടത്തിയ 5 കുട്ടികളുടെയും പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ്. പാലക്കാട് നാട്ടുകല്ലിൽ നിപ്പ ബാധിച്ച 38-കാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പെരിന്തൽമണ്ണയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ ഇന്നലെ രാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ്പ വാർഡിലാണ് യുവതി ചികിത്സയിൽ കഴിയുന്നത്. അതിനിടെ യുവതിയുടെ 7 വയസ്സുള്ള മകൾക്കും പനി ബാധിച്ചു. കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ യുവതിയുടെ സമ്പർക്കത്തിലുള്ള 5 കുട്ടികളുടെ സ്രവം പരിശോധിച്ചതും നെഗറ്റീവാണ്. കഴിഞ്ഞ ദിവസം പനി ബാധിച്ച യുവതിയുടെ ബന്ധുവായ 10 വയസ്സുള്ള കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 110 പേർ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി തുടരുകയാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ, ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, മറ്റുദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ മേധാവികൾ ഉൾപ്പെടുന്ന 26 അംഗ കമ്മിറ്റിയെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുണ്ട്. മരുന്നുകൾ, PPE കിറ്റ്, മറ്റ് അവശ്യ വസ്തുക്കളുടെ സ്റ്റോക്ക് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 40 ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.